പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. സാക് സഫാരി ഇടുന്ന എപ്പിസോഡ്. ഞാൻ ഇന്നുള്ളത് വയനാട്ടിലാണ്. വയനാട്ടില് ഇതിനൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴി നമ്മൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. വേറെ വയനാട്ടിലൊക്കെ പോയി വരുമ്പോൾ വീട്ടിലെത്തുന്ന മക്കളും വൈഫൊക്കെ കാത്തു വെക്കും എന്തൊക്കെ കൊണ്ടുവരാന്നുള്ളത്. പ്രത്യേകിച്ച് വയനാടിനേതായിട്ടുള്ള കുറെ സംഗതികളൊക്കെ ഉണ്ട്. കൂടലൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ എന്തായാലും വീട്ടിലേക്ക് ഊട്ടി വർക്കി അവർ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം. ഊട്ടി വർക്കി അതുപോലെ തന്നെ കുറെ അവിടെയുള്ള ടാൻറ്റിയുടെ ചായപ്പൊടി, ചോക്ലേറ്റ് ചായപ്പൊടി, അങ്ങനെയുള്ള സംഗതി. അപ്പോ പലപ്പോഴും നമുക്കിത് ചിലപ്പോൾ യാത്രന്റെ ഇടയിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊന്നും ഇത് വാങ്ങാൻ പറ്റില്ല. അപ്പോ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കട ഒന്നത്. രണ്ടാമത്തത് ഞാൻ ഈ ബ്ലോഗ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ത് ബിസിനസ് നമ്മൾ ആലോചിച്ചു. പലപ്പോഴും നമ്മൾ ഊട്ടി വർക്കിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഊട്ടി പോയിട്ട് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണം, കൂടലൂർ പോകണം. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഇവിടെ തന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഈ ഊട്ടി വർക്കിയുടെയും അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ ഫാക്ടറി. അപ്പൊ യാദൃശികമായിട്ടാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. യാദൃശികമായിട്ട് എന്റെ മോന് ഒരു ടോയ്സ് വാങ്ങണം. അങ്ങനെ ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടകളെ തപ്പിക്കൊണ്ടിരിക്കും. ഒരു ബോർഡ് കണ്ടു, ഊട്ടി വർക്കി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പൊ ചോക്ലേറ്റ് ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തുന്നത്. അപ്പൊ നിർത്തി കടയ്ക്കകത്ത് പോയ സമയത്ത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നേരെ കടയ്ക്കകത്ത് ചെന്ന സമയത്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കടയ്ക്കകത്ത് ചെന്ന സമയത്ത് ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഊട്ടി വറക്കിയും അതുപോലെ തന്നെ ബട്ടറിന്റെ ബിസ്ക്കറ്റും വരുത്തുന്നു. സത്യം പറയാൻ ഞാൻ ഊട്ടി വറക്കി കഴിക്കുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടല്ലൂരിൽ നിന്നും അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്നും മാസനഗുഡിയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന, പക്ഷെ അതിലൊക്കെ ഒരു എണ്ണമയം കൂടുതലാണ് ആ ഒരു ലെയറിന്റെ ഉള്ളിൽ. ചിലപ്പോൾ ആ നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്കെന്താ അറിയില്ല, ഇവിടുന്ന് കഴിച്ചപ്പോൾ എണ്ണമയം അങ്ങനെയില്ല. പക്ഷെ നല്ല അലിഞ്ഞു ചേരുന്ന ഊട്ടി വർക്കി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബിസ്ക്കറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു ചൂണ്ടയാണോ എന്നറിയില്ല, ഞങ്ങൾ അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും ഓരോ പാക്കറ്റ് വെച്ച് വാങ്ങി. ചിലർ ബട്ടർ ബിസ്ക്കറ്റും വാങ്ങി. പിന്നീട് തേടി നടന്ന കളിപ്പാട്ടവും കിട്ടി. കാരണം ഈ കടയ്ക്കകത്ത് ഇതൊക്കെ അവർ ഫില്ല് ചെയ്യുന്ന, അവർ ഇതൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യുന്ന ഈ നമ്മളെ ഈ സാധനങ്ങളൊക്കെ. അപ്പൊ നല്ല ടേസ്റ്റ് സാധനങ്ങളെല്ലാം നല്ല വൃത്തിക്കാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്താണ് ബട്ടർ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഊട്ടി വർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഈറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ്. ഞാൻ ഇവിടുന്ന് ഒരു ബട്ടർ ബിസ്ക്കറ്റ് വളരെ സമ്മതത്തോടു കൂടി എടുത്തു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഊട്ടിയിൽ നമുക്കറിയാം, വയനാട്ടിൽ നിന്ന് വരുമ്പോൾ അധികം നമ്മൾ കയറുന്ന ബേക്കറി പിന്നെ വാൾനട്ടിലൊക്കെ കയറിയിട്ട് ബണ്ണ് വാങ്ങും, അല്ലെങ്കിൽ അവിടുന്ന് വാൾനട്ടിൽ ഇതായിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ അതൊക്കെയാണ് വാങ്ങാറ്. ഇപ്രാവശ്യം ഞങ്ങൾ വാൾനട്ടിൽ കയറണം വിചാരിച്ചിട്ടാണ് പോകുന്നത് സ്വീറ്റ്സ് വാങ്ങാൻ. പക്ഷെ വാൾനട്ടിൽ ഞങ്ങൾ തൽക്കാലം വാൾനട്ടിൽ പോകണ്ട്. ഇവിടെ ഒന്ന് പിന്നെ നമ്മൾ പരീക്ഷിച്ച് നോക്കി. ഇവിടെ പരീക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടുകാർക്കും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് തോന്നി ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കുക, അല്ലാണ്ട് പ്രൊമോഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും എടുക്കല്ല കേട്ടോ. എനിക്ക് അതിനോട് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്. അവരോട് ഫോൺ നമ്പർ ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു. കാരണം ആരെങ്കിലും വയനാടൊക്കെ പാസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ വയനാടിന്റെ സുവനീർ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വയനാടിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കടയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കടയിൽ പിന്നെ നമുക്ക് വയനാട് എന്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആ സാധനങ്ങൾ ഒട്ടുമിക്കതും ഇവിടെ ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്പൈസസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ബേക്കേഴ്സ് ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് ഒരു ചെറിയ ടീ സ്റ്റാൾ ഉണ്ട്. അങ്ങനെ എല്ലാ സംഗതികളും കിട്ടും കേട്ടോ വയനാടിന്റെ ഉള്ള. ഞാൻ ഇവിടുന്ന് പിന്നെ വേറൊരു സാധനം വാങ്ങി, മുളയരി. കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മുളയരി നല്ലത്. ഈ ഛർദി വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ മുളയരി നല്ലതാണ്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന മുളകും ആ ഒരു മുളയരി പൂന്നാണ് മുളകരി എടുക്കുന്നത്. അപ്പൊ അത് നമുക്കത് ഒരു എന്താ പറയുക വിശ്വാസയോഗ്യമായി വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് കണ്ടുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. അതുപോലെ തന്നെ ഒരുപാട് തൊപ്പിയും പിന്നെ സീഡ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ വെറൈറ്റി സീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ടൂറെല്ലാം പോയിട്ട് നമ്മൾ ഊട്ടിൽ നിന്നൊക്കെ വലിയ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഇത് വരുന്നത് നമ്മളെ പഴയ പിന്നെ വൈത്തിരി ഉപവൻ റിസോർട്ട് ഉണ്ട്. ഇപ്പൊ അവിടെ പെട്രോൾ പമ്പ് വരുന്നുണ്ട് വേറെ റിസോർട്ടിന്റെ അടുത്ത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട വരുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. എനിക്ക് ഒരു സങ്കടം വന്നത് അവരെ ചോക്ലേറ്റ് ഫാക്ടറി എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒന്ന് അവർ പാക്കിങ്ങിന്റെ ടൈമാണ്, രണ്ടാമത്തത് പിന്നെ ഇരുട്ടാണ്, രാത്രിയാണ്. ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു ചോക്ലേറ്റ് മേക്കിങ്ങുമായി ഉള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലെ വിശേഷങ്ങളൊക്കെ. ഇല്ല, നമ്മൾ ഒരു ദിവസം ആ ചോക്ലേറ്റ് ഫാക്ടറി മാത്രമായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
എന്തായാലും ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു നഷ്ടം തോന്നിയില്ല. ഇനി ബിസിനസ് ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആലോചിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഊട്ടി വർക്കൊക്കെ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് എടുത്ത് റീപാക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കടകളിൽ ബേക്കറികൾ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളൊക്കെ ബേക്കറി ഒക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ ഇവിടുന്ന് ഊട്ടി വയനാടൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഊട്ടി വർക്ക് വാങ്ങിക്കൊണ്ടാൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വാങ്ങാച്ച ഹോൾസെയിൽ റേറ്റിലേക്ക് സാധനം കിട്ടും. ബട്ടർ ബിസ്ക്കറ്റും ഇവിടുത്തെ അതുപോലെ തന്നെ ഊട്ടി വറക്കിയൊക്കെ ഉണ്ടല്ലോ, അത് ഒരാൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി വയനാട്ടിലേക്ക് വരാന്ന് വെച്ചാൽ ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഷോപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഊട്ടി വർക്കല ചോക്ലേറ്റിന്റെ കടയായിരിക്കും. അത് ഒന്ന് ഇവിടുത്തെ ടേസ്റ്റ് ആണ്, രണ്ടാമത്തത് എല്ലാ സാധനങ്ങളും ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ബേക്കറി അല്ലെങ്കിൽ ഈ ടോയ്സ് വാങ്ങിയിട്ട് എനിക്ക് എന്തായാലും പോണ വഴിക്ക് എവിടെന്നെങ്കിലും കാട്ടുള്ളിത്തൈലം വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാട്ടുള്ളിത്തൈലം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വയനാട്ടിലൊക്കെ വരുമ്പോൾ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ മൂക്കടപ്പ് അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ കാട്ടുള്ളിത്തൈലം നല്ലൊരു ഉപകാരം. ഇപ്പൊ കാട്ടുള്ളിത്തൈലം ഇതാ ബാഗൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടോയ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ, അതന്നെയാണ് വലിയൊരു ഉപകാരം. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത ഇവിടുത്തെ ചായപ്പൊടി. ഇവിടുത്തെ ചായപ്പൊടി ഈ ചായക്കടയിൽ ഉണ്ടാക്കുന്ന ചായ ഇവിടുത്തെ ചായപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചായ കുടിച്ച് ചായക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ചായപ്പൊടി വാങ്ങിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. നല്ല ചായപ്പൊടിയാണ് ഇവിടുത്തെ ചായ, ഉഷാറാണ്. അപ്പൊ എന്റെ കമ്പനിക്കാരൻ 1.5 കിലോ ചായപ്പൊടി വാങ്ങിക്കും. ഞാൻ ചെന്തിനാണ് അര ഉമ്മാക്ക് അര ഓന്റെ പുരയിലേക്ക് അര ഓൾ ഉമ്മാന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തിൽ തമാശയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഒരു ചായയെല്ലാം കുറിച്ച് കുറെ സാധനങ്ങളൊക്കെ വാങ്ങി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു ഷോപ്പ് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. തൽക്കാലം നിർത്തുന്നു. ഓക്കെ.